ഈ ആലപ്പുഴ ചേർത്തലയിൽ വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടിയ നിലയിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു അസ്ഥികൂടം കണ്ടെത്തിയത്. അതേസമയം ശരീരാവശിഷ്ടം വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭന്റേതാണോ എന്നും സംശയമുണ്ട്. വലിയൊരു വാർത്തയാണ്. വി എസ് അനുരാഗ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. അനുരാഗ്, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? സെതു, രണ്ട് തിരോധാന കേസുകൾ, അതിലാണ് ഇപ്പോൾ ദുരൂഹത നിലനിൽക്കുന്നത്. ഒന്ന് 2007 കാണാതായ ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭന്റേത്. രണ്ടാമത് 2024 രജിസ്റ്റർ ചെയ്ത കേസിൽ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ. ഇതിൽ ജൈനമ്മയുടെ കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന പള്ളിപ്പുറം, ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്തെത്തിയത്. ഇതിൽ ബിന്ദു പത്മനാഭന്റെ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് സെബാസ്റ്റ്യൻ. ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടത്തു നിന്ന് കുഴിച്ചിട്ട നിലയിൽ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. ഇത് കത്തിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്തേക്ക് ക്രൈംബ്രാഞ്ച് എത്താൻ കാരണം ജൈനമ്മയുടെ ടവർ ലൊക്കേഷൻ ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് ഈ പള്ളിപ്പുറം പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സമാനമായ കേസിൽ പ്രതിയായ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു വിശദാംശം കിട്ടിയത് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ പറയുന്നത്. പക്ഷേ സെബാസ്റ്റ്യൻ ഇക്കാര്യത്തിൽ രണ്ട് സ്ത്രീകളെയും അറിയില്ല എന്നുള്ള മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇയാൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കാടേറിയ 2.25 ഏക്കർ പ്രദേശം ആകെ സെബാസ്റ്റ്യന്റേതാണ്. ഇവിടെ അദ്ദേഹം അടുത്ത കാലത്തൊന്നും താമസമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും ഗൗരവതരമായ കാര്യം, ഈ വീടിനകത്ത്, ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് സെബാസ്റ്റ്യന്റെ വീട്. വീടിനകത്തും ഹാളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയതായി ഇപ്പോൾ സൂചന ലഭിക്കുന്നുണ്ട്. അതിനൊപ്പം ദുരൂഹതയുള്ള ഒരു സ്ഥലം കൂടിയുണ്ട്. മുറിയിൽ പുതിയതായി ഗ്രാനൈറ്റ് ഇട്ട ഒരു സ്ഥലം കൂടിയുണ്ട്. അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് മൃതദേഹാവശിഷ്ടങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെയും പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള നിയമ നടപടിയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതിൽ കൃത്യമായ ഓർഡർ ലഭിച്ച ശേഷം അതിലേക്ക് പൊളിച്ച് നോക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. എത്ര വർഷം മുൻപുള്ളതാണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭനെ കാണാതായ കേസ് രജിസ്റ്റർ ചെയ്തത് 2007 2024 ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കാണാതായത് എന്നുള്ളതാണ്. ഇതിൽ ജൈനമ്മയുടെ കേസ് അന്വേഷിക്കുന്ന സംഘമാണ് ഇപ്പോൾ ഈ ആലപ്പുഴയെത്തി ഈ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. സെബാസ്റ്റ്യനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല. കാരണം സ്ത്രീ വിഷയങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ഇടപെടുന്ന ആളാണ് എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. ഇപ്പോൾ അയൽവാസി ഹരിദാസ് സുഹൃത്തു കൂടിയാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ സെബാസ്റ്റ്യന്റെ സ്വഭാവവും പ്രകൃതവും ഒക്കെ? ചെറുപ്പം മുതലേ ആള് പ്രോഡ് സ്വഭാവക്കാരനാണ്. എല്ലാ വിഷയങ്ങളിലും മദ്യവയ്ക്കുന്ന ആളാണ്. പിന്നെ സ്ത്രീ വിഷയത്തിലൊക്കെ വളരെ താല്പര്യമുള്ള കക്ഷിയാണ്. നല്ലൊരു നേച്ചറല്ല അയാളുടെ എന്നുള്ളതാണ്. ഈ ബിന്ദു തിരോധാന കേസിന് ശേഷം എങ്ങനെയായിരുന്നു ഇവിടെ അയാളുടെ പ്രകൃതവും മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? ശേഷമാണ് ഇപ്പോൾ ജൈനമ്മ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ബിന്ദു തിരോധാന കേസ്. അതിന് ശേഷമാണ് ശരിക്കും നെയ്ബേഴ്സായിട്ട് ഇയാൾ വലിയ കോൺടാക്റ്റിലായത്. കാരണം ഞങ്ങളുടെ അയാൾ കാണാൻ തുടങ്ങി. കാര്യം ഞങ്ങൾക്കാർക്ക് ഇങ്ങനെയുള്ളൊരു കൃത്യം ചെയ്യുന്നത് ധാരണയില്ലായിരുന്നു. പക്ഷേ ഇയാളുടെ ഒരു നമ്മളടുത്ത അയൽവാസി നിലയ്ക്ക് ഇയാളുടെ നേച്ചർ ചെയ്യാൻ മദ്യപിക്കുന്നതാണ്. മദ്യപാന സംഘങ്ങളൊക്കെ സന്ധിക്കും, പകലൊക്കെ ഇവിടെ കൂടുന്ന കക്ഷിയാണ്. അത് അയാളുടെ സ്വകാര്യ ജീവിതം നിലയ്ക്ക് നമ്മളാരും അത് എത്തി നോക്കാറില്ല എന്നുള്ള. പിന്നെ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വേറെ ആരും ഇല്ല. ഇവിടെ 3 സിസ്റ്റേഴ്സ് മാരീഡാണ്. പിന്നെ 2 ബ്രദേഴ്സ് കൂടാതെ ഒരാൾ മരിച്ചുപോയി. പിന്നെ ഒരാൾ എക്സൈസിലായിരുന്നു, പെൻഷനായി ഇപ്പോൾ വൈഫിനൊപ്പം സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്. അയാൾ വല്ലപ്പോഴും വരുമ്പോൾ അനിയൻ വരുന്ന ദിവസം പിന്നെ ചേട്ടൻ വരത്തില്ല. അവർ തമ്മിൽ നല്ല ടൈംസ് അല്ലായിരുന്നു പോകുന്ന ജീവിച്ചു പോകുന്നത്. അനിയൻ എത്ര നാളുണ്ടോ അത്ര നാൾ ഇങ്ങോട്ട് വരത്തില്ല. അനിയൻ പോയി പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും, തുറക്കും. വരുന്ന ഒരു സംഘമായിട്ട് വരുള്ളൂ, ഒരു ഗ്യാങ്ങായിട്ട് വരുള്ളൂ. അത് ഇവിടെയൊക്കെ അതിന് തെളിവുണ്ടായത്. അവിടെ നിറയെ മദ്യക്കുപ്പിളാണ്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് വാരിക്കളഞ്ഞതല്ല അത്. ഈ 2 സ്ത്രീകളുടെയും വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്തത് ഈ സെബാസ്റ്റ്യനാണെന്ന് പറയുന്നു. പക്ഷേ അയാളുടെ ഈ മോഷണ കേസുകളിലൊക്കെയും പ്രതിയാണെന്നും പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാണത്? അയാൾ വസ്തു കൈകാര്യം ബിന്ദുവിൻ്റെ വസ്തു അയാൾ അതിനൊരു ഫോർജറി ഉണ്ട്. വ്യാജരേഖ ചമച്ച ബിന്ദുവിൻ്റെ വസ്തു കൈകാര്യം. അയാളുടെ കസിൻ ബ്രദറുണ്ട്. അയാൾ ഇവിടെ ദിവസം രാവിലെ എൻ്റെ വീട്ടിൻ്റെ വാതിൽ കൂടി പോരും. ഇവിടെ വരും. അയാൾ കല്യാണം കഴിക്കാറുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ട് തിരോധാന കേസാണ്. 2 തിരോധാന കേസുകളാണ്. ഒന്ന് ഈ പറഞ്ഞതുപോലെ ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ തിരോധാനം, പിന്നൊന്ന് 2007 കാണാതായ ബിന്ദു. ഇവരുടേതാണോ ഈ കണ്ടെത്തിയിരിക്കുന്ന അസ്ഥികൂടം എന്ന കാര്യത്തിലാണ് ഇനിയൊരു സ്ഥിരീകരണമൊക്കെ വരേണ്ടത്. ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വി എസ് അനുരാഗ്.